ധന്യനായ ഏകാധിപതിയും രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. 32 സങ്കീർത്തനം 7 വാക്യത്തിൽ നമുക്കിങ്ങനെ വായിപ്പാൻ കഴിയുന്നു. അങ്ങ് എനിക്ക് മറുവിടമാകുന്നു, അങ്ങ് എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസം ഘോഷം കൊണ്ട് അങ്ങ് എന്നെ ചുറ്റിക്കൊള്ളും. ഇവിടെ സങ്കീർത്തനക്കാരൻ തൻ്റെ ജീവിതത്തിൽ ദൈവം തനിക്ക് കൊടുത്ത ദൈവികമായ സംരക്ഷണയും ദൈവിക കാവലിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ദൈവം എത്ര നല്ലവനാണ്, ദൈവം എത്ര കരുതുന്നവനാണ്, ദൈവം എത്ര ദയയും കരുണയും മനസ്സിലുള്ള ദൈവമാണെന്ന് ഈ ഭാഗങ്ങളെല്ലാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തോട് ഞാൻ പറയുകയാണ്, ദൈവമേ അങ്ങെനിക്ക് മറവിടമാകുന്നു, എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കുന്ന ദൈവം. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് എന്നെ ചുറ്റിക്കൊള്ളും. 3 കാര്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. 1, മറവിടമായ ദൈവം, കഷ്ടത്തിൽ സൂക്ഷിക്കുന്ന ദൈവം. 3, ഉല്ലാസഘോഷം കൊണ്ട് തന്നെ പൊതിയുന്ന, തന്നെ സംരക്ഷിക്കുന്ന, മൂടി മറയ്ക്കുന്ന ഒരു ദൈവിക കരുതൽ നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിലും അനേക പ്രതികൂലങ്ങളും പ്രതിസന്ധികളും, ശത്രു നമ്മെ പല വിധത്തിൽ നശിപ്പിക്കുവാൻ പല പദ്ധതികൾ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ പലപ്പോഴും നാം അറിയാതെ ദൈവം നമുക്ക് നൽകുന്ന സംരക്ഷണയും ദൈവം നമുക്ക് നൽകുന്ന കരുതലുകളും എത്ര വലുതാണ് എന്ന് നാം അറിഞ്ഞിരിക്കേണ്ട ആവശ്യമാണ്. പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, സാത്താൻ നിന്റെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു. അങ്ങനെയെങ്കിൽ എത്രയോ പ്രാവശ്യം നമ്മുടെ ജീവനെതിരെ, നമ്മുടെ ആയുസ്സിനെതിരെ, ആയുസ്സിൻ്റെ മധ്യത്തിൽ നമ്മെ തകർത്തു കളയുവാൻ എത്രയെത്ര കരുക്കൾ പിശാച് നീക്കിക്കഴിഞ്ഞിരുന്നു. അത് പലതും നമ്മൾ അറിഞ്ഞുവെങ്കിലും കേട്ടുവെങ്കിലും അതിൽ നിന്ന് നമുക്ക് നൽകിയ ദൈവിക വിടുതലുകൾ എങ്ങനെയായിരുന്നുവെന്ന് ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കാറില്ല. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് മറവിടമായിരിക്കുന്ന ഒരു ദൈവം, സൂക്ഷിക്കുന്ന ഒരു ദൈവം, തൻ്റെ ആ ഉല്ലാസഘോഷം കൊണ്ട്, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് തന്നെ ചുറ്റിക്കൊള്ളുന്ന, മറയ്ക്കുന്ന, തന്നെ സൂക്ഷിക്കുന്ന, കരുതുന്ന ആ ദൈവിക വിടുതലിനെ കുറിച്ച് ഇവിടെ പറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും വിവിധമാകുന്ന വിഷയങ്ങൾ കടന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ദൈവിക സംരക്ഷണയാണ്. ആകയാൽ ദിവസങ്ങളിൽ ആ ദൈവികമായ ആ മറവിടത്തിനായി, കഷ്ടത്തിൽ സൂക്ഷിക്കുന്ന ദൈവിക കരുതലിനായി, ഉല്ലാസഘോഷം കൊണ്ട് നമ്മെ ചുറ്റിക്കൊള്ളുന്ന ആ ദൈവികമായ അനുഭവങ്ങൾക്കായി നമുക്ക് ദൈവസന്നിധിയോടടുത്തു വരാം. നമുക്ക് ലഭിക്കുന്ന ഓരോ ദിവസവും, നമ്മുടെ ആയുസ്സിൽ ലഭിക്കുന്ന നിമിഷങ്ങളൊക്കെ അത് ഏറ്റവും അനുഗ്രഹമാണ്. അത് മനസ്സിലാക്കി നല്ലൊരു ജീവിതം നയിപ്പാൻ സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.